പ്രിയമുള്ളവർക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊറോണയും മഴക്കാലവും ഒക്കെ ആയി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെയാകാം ഒട്ടനവധി ആളുകൾ ചെടികളും വെജിറ്റബിളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഉപഭോക്താവിനെ നഴ്സറിക്കാരും നന്നായി ചൂഷണം ചെയ്യുന്നുണ്ട്. പ്ലാന്റുകളെ കുറിച്ച് ഒരു അറിവുമില്ലാതെ നഴ്സറിയിൽ പോകുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക. ചെടികളെ കുറിച്ച് ചെറിയൊരു വകതിരിവൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം വേണം നമ്മൾ നഴ്സറികളിൽ സന്ദർശിക്കാൻ. വലിയ വലിയ നഴ്സറികളിൽ എപ്പോഴും അവർ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഓരോ ചെടികൾക്കും ഫിക്സഡ് റേറ്റുമായിരിക്കും. ഇനി പ്ലാന്റുകളൊക്കെ കളക്ട് ചെയ്താലും പോരാ, നമുക്കതിൻ്റെ പോട്ടുകളും ലഭ്യമാകണം. പോട്ടുകളുടെ കൂട്ടത്തിൽ മൺപോട്ടുകൾ തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. എന്താണെന്നുള്ള കാരണം കൂടി പറഞ്ഞു തരാം. റോഡരികിലൊക്കെ നമ്മൾ സിമന്റ് പോട്ടുകൾ വിൽക്കുന്ന കാണാറുണ്ട്. ഏകദേശം മൺപോട്ടുകളുടെ അത്രയും വില നമുക്ക് സിമന്റ് പോട്ടുകൾക്കും കൊടുക്കേണ്ടി വരുന്നുണ്ട്. സിമന്റ് പോട്ടുകൾ നന്നായി നനച്ചെല്ലണം. അങ്ങനെ നനച്ചെല്ലാത്ത പോട്ടുകൾ നമ്മൾ മണ്ണൊക്കെ നിറച്ച് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഒന്ന് എടുത്ത് പൊക്കുന്ന സമയത്തായിരിക്കും ഇത് കയ്യിൽ നിന്നും താഴേക്ക് പതിക്കുന്നത്. എന്നാൽ നമ്മളെ മൺപോട്ടുകൾക്ക് അങ്ങനെയൊരു ബുദ്ധിമുട്ടേ വരില്ല. മൺചട്ടികൾ എപ്പോഴും നല്ല ഈർപ്പം നിലനിർത്തും. ഏത് സമയത്തും മൺചട്ടി നന്നായി ബ്രഷ് കൊണ്ട് ഉരച്ച് കഴുകിയാൽ നല്ല കളറും നല്ല ഭംഗിയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് മൺചട്ടിയാണ് ചെടികൾ നടാൻ നല്ലതെന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് നല്ല ഭംഗിയുള്ള മൺചട്ടികളെ കുറിച്ച് പരിചയപ്പെടാം. വളരെ മനോഹരമായ ചട്ടികളാണ് ഇവ. ഇതുപോലെ സാൻസവേരിയ തൈയൊക്കെ ഞാൻ ഈ ഒരു മൺചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. ചുറ്റും പെബിൾസ് ഒക്കെ ഇട്ട് ഭംഗിയാക്കി നമുക്ക് വീടിൻ്റെ അകത്തളങ്ങളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. മറ്റൊരു പ്ലാസ്റ്റിക് ചട്ടിയിൽ പ്ലാന്റ് നട്ട് വളർത്തിയതിനു ശേഷം നമുക്ക് ഇതുപോലെ മൺചട്ടിയിലേക്ക് ഇറക്കി വെച്ചും സെറ്റ് ചെയ്യാൻ പറ്റും. ഇനിയൊരു ചട്ടി നമുക്ക് കണ്ടു നോക്കാം. വളരെ ഭംഗിയുള്ള കൊത്തുപണികളോട് കൂടിയ ഒരു പോട്ടാണിത്. വീടിൻ്റെ അകത്ത് ഇൻഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഭംഗിയുള്ള പോട്ടുകൾ തിരഞ്ഞെടുക്കാം. കൂടുതൽ ഹോളുകളുള്ള പോട്ടാണെങ്കിൽ നമുക്ക് ചകിരി വെച്ച് ഈ ഒരു പോട്ടിനെ അടച്ചു കൊടുത്തും സെറ്റ് ചെയ്യാം. ഭംഗിയുള്ള പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ ഭംഗിയുള്ള പോട്ടുകൾ കൂടി നമ്മൾ തിരഞ്ഞെടുക്കണം. ഇനിയുള്ള ഒരു ഹാങ്ങിങ് പോട്ടാണിത്. ഈ ഒരു പോട്ടിൻ്റെ 2 ഹോളിൽ കയറ് കെട്ടി നമ്മൾ ഹാങ് ചെയ്തിട്ട് ഹാങ്ങിങ് പ്ലാന്റുകൾ വളർത്തിയാൽ വളരെ മനോഹരമായിരിക്കും. 280, 290 റേറ്റിലാണ് ഈ എല്ലാ പോട്ടുകളും വില കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു പോട്ടിനെ നമുക്ക് കണ്ടു നോക്കാം. ഈ ഒരു പോട്ടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയ ഒരു പോട്ടാണിത്. വളരെ ഉയരം കുറഞ്ഞ ചെടികളൊക്കെ നന്നായി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ പോട്ടാണിത്. ഉയരം കുറഞ്ഞ ക്രിപ്താന്തസ് അതുപോലെ സാൻസവേരിയ ചെടികളൊക്കെ നട്ട് ചുറ്റും പെബിൾസ് ഒക്കെ ഇട്ട് നന്നായി ഭംഗിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പോട്ടാണിത്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ചട്ടി ഓർഡർ ചെയ്യുകയോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഈ പോട്ടുകളെക്കാട്ടിലും കളക്ഷൻ അവരുടെ കയ്യിലുണ്ട്. നിങ്ങൾ അവരുമായി കോൺടാക്റ്റ് ചെയ്ത് വാട്സപ്പ് നമ്പറിലൂടെ പിക്ചർ അയച്ചു തരാൻ ആവശ്യപ്പെട്ടാൽ മതി. ഇതും അതിനേക്കാളേറെ മനോഹരമായ പോട്ടാണ്. ഈ ഒരു പോട്ടിൽ 2 ഭാഗത്തായിട്ട് ഫ്ലവർ മാത്രമാണ് കൊത്തുപണി ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒട്ടനവധി വർക്കുള്ള പലതരം പോട്ടുകൾ അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള പോട്ടുകളിൽ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റുകൾ വളർത്തിയാലും നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ നമ്മൾ പോട്ടുകളിൽ നട്ടതിന് ശേഷം ഇറക്കി വെക്കുന്ന ഒരു പ്രക്രിയ വളരെ നല്ലതാണ്. നമുക്ക് പല ചെടികൾ പല സമയത്ത് മാറ്റി വെച്ചു കൊടുക്കാനും ഇങ്ങനെയാവുമ്പോൾ നമുക്ക് സാധിക്കും.
ഓരോ വീഡിയോ കാണുമ്പോഴും ഒട്ടനവധി ആളുകൾ പോട്ടുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് കാശ് കൊടുത്ത് നമ്മൾ നല്ല വിലയുള്ള ചെടികൾ വാങ്ങും. ആ ഒരു ചെടികളെയൊക്കെ നമ്മൾ നന്നായി സെറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി കാണാൻ കഴിയുന്നത്. അല്ലാതെ നമ്മൾ നല്ല വില കൊടുത്ത ചെടിയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ 50 രൂപ വില വരുന്ന പോട്ടുകളിൽ നട്ടാൽ അത്രയൊരു ഭംഗിയൊന്നും നമുക്ക് കാണാൻ കഴിയേയില്ല. ഇതുപോലെ മിനിയേച്ചർ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള പോട്ടുകളും അവരുടെ കയ്യിലുണ്ട്. ഞാനിവിടെ 2 മിനിയേച്ചർ ഗാർഡനാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പോട്ടുകളാണ്. വായ്ഭാഗം നന്നായി ഇതുപോലെ പരന്ന ചട്ടികൾ തിരഞ്ഞെടുത്ത് നമുക്ക് മിനിയേച്ചർ ഗാർഡൻ സെറ്റ് ചെയ്യാം. ഹാങ്ങിങ് പോട്ടുകളായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ പോട്ടുകളാണ് ഇവ. ഈ ഒരു ഷോപ്പിൽ മൺചട്ടികൾ റെഡിമെയ്ഡ് ആയിട്ടല്ല വരുന്നത്. ഇവരുടെ കുലത്തൊഴിലാണ് മൺചട്ടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമുക്ക് വില കുറവോടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മൺപോട്ടുകൾ എപ്പോഴും കോസ്റ്റ്ലി തന്നെയാണ്. അതിൻ്റെ രൂപത്തിനും ഭംഗിക്കൊക്കെ അനുസരിച്ച് മൺചട്ടികൾക്ക് വില കൊടുക്കേണ്ടി വരും. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ സാധാരണ മൺചട്ടികളും അവരുടെ കയ്യിലുണ്ട്. ഇതുപോലെ കൊത്തുപണികളൊന്നുമില്ലാത്ത സാധാരണ ഹൈറ്റ് കുറഞ്ഞതും കൂടിയതുമായ എല്ലാ തരം മൺചട്ടികളും അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ ഒരു ചട്ടിയൊക്കെ ഞാൻ അവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. യൂഫോർബിയ ചെടികളൊക്കെ നട്ട ഈ ഒരു ചട്ടി 3 വർഷം മുൻപാണ് ഞാൻ വാങ്ങിച്ചത്. അവയൊക്കെ ഇപ്പോഴും നല്ല ചട്ടികളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെയൊക്കെ വാങ്ങിയ സിമൻറ്റ് പോട്ടുകളൊക്കെ എൻ്റെത് നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഗാർഡനിൽ കൂടുതൽ മൺചട്ടികൾ ഉപയോഗിക്കുന്നത്. കൂടുതൽ കാശ് കൊടുത്ത് ഒരുപാട് പ്ലാന്റുകൾ വാങ്ങുന്നതിനേക്കാളും നല്ലതാണ് നല്ല പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് അവർക്ക് നല്ല പോട്ടുകളും സെലക്ട് ചെയ്ത് വളരെ ഭംഗിയോടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. എന്തായാലും വീഡിയോക്ക് അവസാനമായി ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെയൊക്കെ പഞ്ചായത്തുകളിൽ അന്വേഷിക്കുക. ചില സമയങ്ങളിൽ അവർ ചട്ടികൾ വിതരണം ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ചട്ടികളും അതിൻ്റെ കൂടെ അതിൽ നിറക്കാനുള്ള പോട്ടിംഗ് മിക്സും കൂടെ ചേർന്ന് ഒരു 20 ചട്ടി അല്ലെങ്കിൽ 10 ചട്ടി ഇങ്ങനെ ഓരോ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പഞ്ചായത്ത് മെമ്പറാണ്. അവൾ ഇതുപോലെ ചട്ടികളൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള അറിവാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത്. ഇനി ഈ ഒരു കാര്യം പറഞ്ഞ് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും കൂടെ എന്നെ തല്ലിക്കൊല്ലാൻ വരുന്ന ഒരു അനുഭവം നിങ്ങൾ ഉണ്ടാക്കി മാറ്റരുത്. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീണ്ടും കാണുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.